കൃത്യസമയത്ത് ചികിത്സ കിട്ടുക എന്നതാണ് ഏത് അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ, പ്രത്യേകിച്ചും സ്ട്രോക്കോ പക്ഷാഘാതമൊക്കെ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് എൻ്റെ ഏറ്റവും നിശ്ചിതമായൊരു സമയമുണ്ട്. അതിനുള്ളിൽ ചികിത്സ കിട്ടിയാൽ ജീവിതത്തിലേക്ക് തിരികെ വരാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന നിലയിലാണ് പല കാര്യങ്ങളും, പല അനുഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുമുള്ളത്. അപ്പോൾ അങ്ങനെ സമയം തുണച്ച് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയതൊക്കെ തുണച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിൻ്റെ ഒരു അപ്പോഴത്തെ അനുഭവങ്ങളുടെ അമ്പരപ്പും ജീവിതം തിരികെ കിട്ടിയതിൻ്റെ സന്തോഷവും ഒക്കെ ഉണ്ട്. ആർക്കിടെക്റ്റ് നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ ജി ശങ്കർ, അദ്ദേഹം തന്നെ പറയുന്നു ആ ജീവിതാനുഭവം. ഒരു യാത്രയുടെ കഥയറിയാം. ആർക്കിടെക്റ്റും ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് ചെയർമാനുമായ ജി ശങ്കറിന്റെ യാത്രയെ പറ്റിയാണ്. 2024 ഏപ്രിൽ 4 ഒരു മടക്കയാത്ര. കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് യാത്ര തിരിക്കുകയാണ്. ക്ഷീണിതനായിരുന്നു. പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ വരികയായിരുന്നു. യാത്രക്കിടയിൽ പെട്ടെന്നാണ് വാക്കുകൾ അക്ഷരങ്ങളായി മുറിഞ്ഞു തുടങ്ങിയത്. ചുഴി എന്നൊരു വാക്ക് എനിക്ക് പറയാനൊത്തില്ല. സ്പഷ്ടമല്ലാത്ത ഭാഷ കേട്ടിട്ട് ഭാര്യ ആശങ്ക പോലെ എന്ത് പറ്റി ശങ്കർ, എന്ത് പറ്റി, കാറ് തിരിക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും അടുത്ത ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കുണ്ട്. ഞാനെപ്പോഴും ഓർത്തെടുക്കൊരു മാലാഖ പോലെ ഉള്ള ഒരു കന്യാ സ്ത്രീ വസ്ത്രം ധരിച്ച ഒരു ഡോക്ടറാണ്. ഡോക്ടർ ആശുപത്രിയിലെ മറ്റൊരാളോട് സംസാരിച്ചിട്ട് ഒരു ആംബുലൻസ് ഏർപ്പാട് ചെയ്യുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്ക് 2 മിനിറ്റ് ആംബുലൻസ് കിട്ടി എന്നുള്ളതാണ്. 44 കിലോമീറ്റർ അപ്പുറത്താണ് കോന്നിയും തിരുവല്ലയും. ആ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് വെറും 25 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിലെത്തിയ കടന്നുപോയത് ജീവിതത്തിലെ നിർണായക നിമിഷത്തിലൂടെ. അവർക്ക് മനസ്സിലായി. കാരണം എൻ്റെ ചെറി കോടി തുടങ്ങിയിരുന്നു ആ സമയത്ത്. സ്കാന് കഴിഞ്ഞ ഉടനെ 45 മിനിറ്റ് കഴിഞ്ഞപ്പം പറഞ്ഞു ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷനിലൊരു ബ്ലോക്കാണ്, അത് നമുക്ക് അലിയിച്ച് കളയാൻ ശ്രമിക്കാം, അലിയിച്ച് കളഞ്ഞാൽ നമുക്ക് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ രക്തസമ്മർദ്ദം 200 കഴിഞ്ഞിരുന്നു. കൂടുതൽ രക്തസമ്മർദ്ദം കൂടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹെമറേജ് പോലുള്ള ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് ഞാൻ പോയേനെ. വായിച്ച വരികളിൽ പലതും ഓർത്തെടുത്തു. ICUവിൽ വെച്ച് അതേ വരികൾ സ്വയം പറയാൻ ശ്രമിച്ചു. രാത്രി ഒരു 12-1 മണിയോടുകൂടി എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസമായി. എനിക്ക് പറയാൻ കഴിയും, അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമായി. ഇത്രയും പെട്ടെന്ന് ഒരു പക്ഷേ സുരക്ഷയ്ക്കുള്ള ഈ അവസരം കിട്ടിയോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതൊരു ഭാഗ്യമാണ്. തീർച്ചയായും ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ ഈ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട യാത്രയുടെ കഥയാണ്. അതിലെ അവസാന വരിയിലെ അതിജീവനവും വായിച്ച് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. ആ കഥയിൽ ഒപ്പം കൂട്ടെത്തിയത് മനസാന്നിധ്യവും ഭാഗ്യവും. നെല്ലൈമുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ, നമുക്കൊപ്പമുണ്ട്. രാഹുൽ, ഈ സ്ട്രോക്ക് അത് ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ വരുമെന്നൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ചില ലക്ഷണങ്ങളൊക്കെ കണ്ടാലും സാധാരണ ജീവിതത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഉള്ളതുമാണ് അത്തരം ദുരന്തങ്ങൾ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ കഴിയൂ. ഇത് അദ്ദേഹത്തിന് ആ കൃത്യസമയത്തല്ലേ, അദ്ദേഹം പറഞ്ഞ പോലെ മാലാഖയെ പോലെ ഒരു ക്ലിനിക്കിൽ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് അടുത്ത ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഭാഗ്യമായി. എങ്ങനെയാണ് ആ ഒരു നിമിഷത്തെ അപ്പോഴത്തെ ഒരു അമ്പരപ്പുണ്ടല്ലോ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അമ്പരപ്പ് മാറിയിട്ടില്ല എന്ന്. അത് എങ്ങനെയാണ് അത്രയും നിമിഷങ്ങൾ അദ്ദേഹം കടന്നു കിട്ടിയതെന്നാണ് പറഞ്ഞത്? ദിവീഷ്, ഞാൻ ഈ കഥ അറിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെയും ആദ്യ ചോദ്യം ഇത് തന്നെയായിരുന്നു. കാരണം കാറിലാണ് യാത്ര ചെയ്തത്, കൂടെ ഭാര്യയും ഡ്രൈവറും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാറിനിങ്ങനെ ഒരു വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് ചുഴി എന്ന വാക്കാണ് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതിന് ഇംഗ്ലീഷ് സ്പൈറൽ എന്ന വാക്ക് ഉച്ചരിക്കാൻ ശ്രമിച്ചു, അതും നാവിന് വഴങ്ങുന്നില്ല. അപ്പം പുള്ളി ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഊഹിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഡ്രൈവർക്കും ഭാര്യയ്ക്കും ഒരു പക്ഷേ ആശുപത്രിയിൽ പോകാം എന്ന് ചിന്തിക്കാം, സാർ അപ്പോൾ എന്തായിരിക്കും ചിന്തിച്ചത്? അല്ലെങ്കിൽ നമുക്കങ്ങൊരു അവസ്ഥ വന്നാൽ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? ആ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്. ആശുപത്രിയോ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരമോ ഒക്കെ ആദ്യ ഘട്ടത്തിലെത്തില്ല. എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വഴങ്ങിക്കൊണ്ടിരുന്ന വാക്കുകൾ എന്തുകൊണ്ട് എനിക്ക് വഴങ്ങുന്നില്ല, എൻ്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു അങ്കലാപ്പും അമ്പരപ്പും അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ജീവിതം നൈമിഷികമാണെന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ തോന്നിയെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചത്. പിന്നീട്
ആശുപത്രിയിൽ പോകുന്നു. പിന്നെ ഓരോ മനുഷ്യരെ കാണുമ്പോഴാണ്, ഭാര്യയുണ്ട്, ഡ്രൈവറുണ്ട്, അതിനപ്പുറത്തേക്ക് ആശുപത്രിയിൽ പോയപ്പോൾ കണ്ട, ഇപ്പോഴും പേര് അറിയില്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്, അദ്ദേഹം ആ രൂപം മാത്രമേ ഓർമ്മയുള്ളൂ, ആ ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടിയതാണ്. മാലാഖ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ മാലാഖയുടെ രൂപം അദ്ദേഹം ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാകും. കാരണം അത്രമാത്രം വലിയൊരു ഇടപെടൽ, ഒരു സാന്നിധ്യമായും ഇടപെടലായൊക്കെ ആ സ്ത്രീ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മാലാഖ എത്തുന്നു, അങ്ങനെ അദ്ദേഹത്തിനെ മാനസികമായി കൂടി പിന്തുണയ്ക്കാൻ ആളുകൾ എത്തുന്നു. അങ്ങനെ മനസ്സാന്നിധ്യവും പിന്നെ എന്താ പറയുക, ഭാഗ്യവും, ഒരു എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന അസുഖത്തിന് ഒരു കൃത്യമായ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ചികിത്സ കിട്ടിയേ മതിയാകൂ. അത് 4 മണിക്കൂറാണ്. ഈ പറഞ്ഞ പോലെ പക്ഷാഘാതം ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തണം. അപ്പോൾ അഥവാ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ അറിയില്ല, പക്ഷാഘാതം സംഭവിക്കുകയും സ്ട്രോക്കിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്യും. ഇതാണ് ഈ അസുഖത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം കുറേ പ്ലാനുകളിലാണ്. കാരണം ജീവിതം നൈമിഷികമാണോ അല്ലെങ്കിൽ ക്ഷണികമാണോ എന്നൊക്കെ തോന്നിയ നിമിഷത്തിൽ അദ്ദേഹം ചിന്തിച്ചത് കുറേയധികം എഴുതാൻ ആഗ്രഹമുള്ള ആളാണ്, കുറേയധികം ഈ വായിക്കാൻ ആഗ്രഹമുള്ള, അതെല്ലാം ഇനി തുടങ്ങാൻ പോവുകയാണ്. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എത്തി അദ്ദേഹം ചെയ്തു തുടങ്ങിയത് ഈ കാര്യമാണ്. അതുകൊണ്ട് ഒന്നും മാറ്റി വെക്കരുത്. ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യമേ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ള ആശയമാണ് അദ്ദേഹം എന്നോട്. സമയം തുണയ്ക്കുക എന്നൊരു പ്രധാന ഘടകമുണ്ട്. അത് അല്ലേ, ഒരു ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനകളിലൊക്കെ പറയുന്നത് പോലെ അത് പലരെയും പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും തുണച്ചു, ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെയുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് കൂടി നമുക്ക് ആശിക്കാം.